Good morning to all. Welcome to EduLine. So നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് സർക്കുലാർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് സർക്കുലാർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്. സോ അതുപോലെ തന്നെ സർക്കുലാർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പം ഇത് രണ്ടിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് പറയുന്നത് സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സർക്കുലാർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് നോക്കാം. സോ നമുക്കറിയാം നമ്മൾ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. അപ്പം എന്താണ് ഒരു നോഡിൽ നിന്ന് നെക്സ്റ്റ് നോഡിലേക്ക് ഒരു സിംഗിൾ ലിങ്ക് മാത്രമേ കാണുള്ളൂ അല്ലേ. അപ്പൊ തിരിച്ചു വരാനുള്ള ബാക്ക്വേർഡ് നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റില്ല, ഫോർവേഡ് മാത്രമേ നമുക്ക് ട്രാവേഴ്സ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതാണ് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ സർക്കുലാർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയാനുള്ള കാരണം ലാസ്റ്റ് നോഡിൽ ഫസ്റ്റ് നോഡിലേക്കുള്ള ഒരു ലിങ്ക് കാണും. അതായത് ഇങ്ങനെ നമുക്ക് തന്നിട്ടുള്ള നോഡുകളിൽ ലാസ്റ്റ് നോഡ് ഉണ്ട്. അപ്പൊ ആ ലാസ്റ്റ് നോഡിൽ ഫസ്റ്റ് നോഡിലേക്കുള്ള ഒരു ലിങ്ക് കാണും. സോ അതുകൊണ്ടാണ് ഇത് സർക്കിൾ പോലെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ സർക്കുലാർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ സർക്കുലാർ സിംഗിളി ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബിഗിനിങ്ങും ഇല്ല എൻഡിങ്ങും ഇല്ല. ദർ ഇസ് നോ ബിഗിനിങ് ആൻഡ് നോ എൻഡിങ്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് പാർട്ടിൽ, അതായത് അഡ്രസ് പാർട്ടിൽ ഒരിക്കലും നൾ വാല്യൂ വരത്തില്ല. ഓക്കെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ഏറ്റവും ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് പാർട്ട് എന്ന് പറയുന്നത് നള്ളായിരിക്കും അല്ലെ. അത് വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് നോഡ് ഇതാണെന്നുള്ളത് ഫൈൻഡ് ചെയ്യുന്നത് അല്ലെ. പക്ഷേ ഈ ഒരു സർക്കുലാർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് അല്ലെങ്കിൽ സർക്കുലാർ ലിസ്റ്റിന്റെ കേസിൽ അവിടെ ലാസ്റ്റ് നോഡ്, അതായത് നൾ വാല്യൂ വരില്ല. ലാസ്റ്റ് നോഡിൽ ഒരിക്കലും നൾ വാല്യൂ വരില്ല. അതായത് നൾ വാല്യൂ വരുന്ന നോഡുകൾ നെക്സ്റ്റ് പോർഷൻ, അതായത് നെക്സ്റ്റ് പോർഷനിൽ നൾ വാല്യൂ വരുന്ന നോഡുകൾ ഒരിക്കലും ഉണ്ടാകത്തില്ല. ഓക്കെ, അതായത് അഡ്രസ് പോർഷനിൽ ഒരിക്കലും നൾ വാല്യൂ വരില്ല. അതാണ് ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഫിഗർ എന്ന് പറയുന്നത്. സോ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതാണ് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഹെഡ് ഉണ്ട്, നോഡ് ഉണ്ട്, 3 നോഡുകളുണ്ട്. സോ ഡേറ്റ പോർഷനിൽ ആദ്യത്തെ നോഡിന്റെ ഡേറ്റ പോർഷനിൽ 1, രണ്ടാമത്തെ ഡേറ്റ പോർഷൻ ആണ് 2, മൂന്നാമത്തെ ഡേറ്റ എന്ന് പറയുന്നത് എന്താണ് 3 ആണ് അല്ലെ. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്തയിലേക്കുള്ള ലിങ്ക് ആണ് വരുന്നത് അല്ലെ. അതായത് നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ആണ് ഈ നെക്സ്റ്റ് പോർഷനിൽ വരുന്നത്. ഓക്കെ, സോ ഇതൊരു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഇനി ഇതിനെ സർക്കുലാർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയണമെങ്കിൽ, അതായത് സർക്കുലാർ എന്നൊരു വേർഡ് വന്നതിന്റെ കാരണം ലാസ്റ്റ് നോഡ് നോക്കിയേ, ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് പോർഷനിൽ, അതായത് ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് പോർഷനിൽ എന്തായിരിക്കും കിടക്കുക, ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും കിടക്കുന്നത്. സോ ഇവിടെ നിന്ന് നേരെ നമുക്ക് ഫസ്റ്റ് നോഡിലേക്ക് തിരിച്ചു വരാൻ പറ്റും. സോ ഇത് നോക്കി കഴിഞ്ഞാൽ ഇതൊരു സർക്കിൾ പോലാണ് അല്ലെ. ഇങ്ങനെ നേരെ നമുക്ക് ഇവിടുന്ന് പോയി നേരെ നമുക്ക് തിരിച്ച് ഫസ്റ്റ് നോഡിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റും. സോ ഇതൊരു സർക്കിൾ പോലാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ സർക്കുലാർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ല ഇതിന്റെയൊക്കെ യൂസേജ്, ഈ സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റുകളുടെ യൂസേജ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ടാസ്ക് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ്. സോ ഈ ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ടാസ്കുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വേറൊരു യൂസേജ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ നെറ്റ് സെർച്ച് ചെയ്യാറുണ്ട് അല്ലെ, വെബ് ബ്രൗസറിൽ നമ്മൾ വെബിൽ സർഫ് ചെയ്യാറുണ്ട്. സോ നെറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ പേജുകൾ ഇങ്ങനെ വിസിറ്റ് ചെയ്ത് പോകുമല്ലോ. സോ വിസിറ്റ് ചെയ്ത പേജുകളുടെ റെക്കോർഡ് സർക്കുലാർ ലിസ്റ്റ് ആയിട്ടാണ് കീപ്പ് ചെയ്യുക. സർക്കുലാർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രീവിയസ് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പഴയ പേജിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റും അല്ലെ. സോ അങ്ങനെ വരുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലാർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സർക്കുലാർ ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഒരു നമ്മൾ വിസിറ്റ് ചെയ്ത പേജുകളുടെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നു. അതിനും നമുക്ക് ഈ ഒരു ഡാറ്റ സ്ട്രക്ചർ, ഈ ഒരു സർക്കുലാർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് അല്ലെങ്കിൽ സർക്കുലാർ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് അതിന്റെ ഒരു മെമ്മറി റെപ്രസെന്റേഷൻ നോക്കാം. സോ ഇതാണ് മെമ്മറി റെപ്രസെന്റേഷൻ. സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ മെമ്മറി റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. സർക്കുലാർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ മെമ്മറി റെപ്രസെന്റേഷൻ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. 1 എന്ന അഡ്രസ്സിലാണ് നമ്മൾ നോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ എന്താണ് അവിടുത്തെ ഡേറ്റ എന്ന് പറയുന്നത്, ഫസ്റ്റ് നോഡിന്റെ ഡേറ്റ 13 ആണ്, നെക്സ്റ്റ് പോർഷൻ 4 ആണ്. അപ്പോൾ നമ്മൾ നേരെ 4ലേക്ക് വരും. 4th അഡ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ നോഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡേറ്റ കിട്ടും. അവിടുത്തെ ഡേറ്റ 15 ആണ്. ദെൻ നെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ എന്താ 6ലേക്കാണ് പോകാൻ പറയുന്നത് അല്ലേ. സോ 6ലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ് അവിടെ നമുക്ക് ഡേറ്റ 19 ആണ്. സോ അവിടെ നിന്ന് നെക്സ്റ്റ് നോഡ് എന്ന് പറയുന്നത് 8 ആണ്. സോ 8ലേക്ക് വരുമ്പോൾ എന്താണ് അവിടുത്തെ ഡേറ്റ 57 ആണ്. ഇനി അതിന്റെ ലിങ്ക് നോക്കുക, അതിന്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ 1 ആണ്, അതായത് ഏറ്റവും ആദ്യം അല്ലെ. അതായത് ഏറ്റവും ആദ്യത്തെ ഈ ഒരു ലിങ്കിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഈ നോഡിലേക്കാണ് തിരിച്ചു വരുന്നത്.
ഓക്കെ, അതായത് ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അല്ലെ നെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് നോഡിലേക്കുള്ള ഒരു പോയിന്റർ ആയിരിക്കും. ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് ആയിരിക്കും ഈ ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് ഫീൽഡിൽ അല്ലെങ്കിൽ അഡ്രസ് ഫീൽഡിൽ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് സർക്കിൾ പോലെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ലാസ്റ്റ് നോഡ് എന്ന് പറഞ്ഞത് ഇവിടെ ഇതാണ്, അതായത് 8 എന്ന് പറഞ്ഞ ഈ അഡ്രസ്സിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അതിന്റെ 1ലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അത് നേരെ ആദ്യത്തിലേക്ക് തന്നെ ഫസ്റ്റ് നോഡിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് സർക്കുലർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ മെമ്മറി റെപ്രസെന്റേഷൻ. ഓക്കെ, സോ നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സർക്കുലർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് സർക്കുലർ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കുലർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. സർക്കുലർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രീവിയസ് നോഡും കാണും നെക്സ്റ്റ് നോഡും കാണും അല്ലെ, അതാണ് ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇവിടെ എന്തുകൊണ്ട്, ഇവിടെ ഒരു സർക്കുലർ ലിങ്കും ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇതിനെ സർക്കുലർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെയും അതുപോലെ തന്നെ ഒരു നോഡിലും നെക്സ്റ്റ് പോർഷനിൽ അവിടെ നൾ വാല്യൂ വരത്തില്ല. പിന്നെ ഇവിടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നോഡില് ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് ഉണ്ട്, ലാസ്റ്റ് നോഡില് ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് ഉണ്ട്, ഫസ്റ്റ് നോഡില് ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും നമുക്ക് പോകാൻ പറ്റും. ഫസ്റ്റിൽ നിന്ന് ലാസ്റ്റിലോട്ടും ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലോട്ടും നമുക്ക് വരാൻ പറ്റും. എങ്ങനെ, ലാസ്റ്റ് നോഡിൽ ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് കാണും, ഫസ്റ്റ് നോഡിൽ ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് കാണും. സോ അതുകൊണ്ട് തന്നെ സർക്കുലർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിന്റെ ഫിഗർ നോക്കിയാൽ, സോ ഇതാണ് അതിന്റെ ഫിഗർ. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകാം, ഇവിടെ നിന്ന് നേരെ തിരിച്ച് ഇങ്ങോട്ടും പോകാം. സോ രണ്ട് സൈഡിലും ആരോയുണ്ട്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് നോഡിലാണെങ്കിൽ ഫസ്റ്റ് നോഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും, ഫസ്റ്റ് നോഡിൽ നിന്ന് നേരെ നമുക്ക് തിരിച്ച് ലാസ്റ്റ് നോഡിലേക്ക് വരാനും പറ്റും. ഓക്കെ, ഇനി ഇത് ഡബിളി ലിങ്ക് ലിസ്റ്റ് ആണ്. അപ്പൊ എല്ലാ ലിസ്റ്റുകൾ തമ്മിൽ, എല്ലാ നോഡുകൾ തമ്മിൽ രണ്ട് ലിങ്കുകൾ കാണും അല്ലെ, അതായത് നെക്സ്റ്റ് നോഡും കാണും പ്രീവിയസ് നോഡും കാണും. നെക്സ്റ്റ് ലിങ്കും പ്രീവിയസ് ലിങ്കിലേക്കും പോകാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ലിങ്കും പ്രീവിയസ് ലിങ്കും ഉണ്ട് അല്ലെ, നെക്സ്റ്റ് നോഡിലേക്കും പ്രീവിയസ് നോഡിലേക്കും പോകാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ലിങ്കും പ്രീവിയസ് ലിങ്കും ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇതാണ് എന്താ നമ്മൾ സർക്കുലർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ സ്പേസ് വേണ്ടി വരും. കാരണം ഓരോ നോഡിനും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്പേസ് ആവശ്യമായിട്ട് വരും. ഓക്കെ, പക്ഷെ വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെർച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര എഫിഷ്യന്റ് ആയിരിക്കും. പിന്നെ അതായത് നമുക്ക് എന്താണ് ഒരു എലമെന്റിനെ, പർട്ടിക്കുലർ എലമെന്റിനെ നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സെർച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നടക്കും. കാരണം ഇവിടെ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് ഫോർവേഡും സെർച്ച് ചെയ്യാം, ബാക്ക്വേഡും സെർച്ച് ചെയ്യാം. പിന്നെ അത് കൂടാതെ തന്നെ സർക്കുലർ ആയതുകൊണ്ട് ഫസ്റ്റ് നോഡിൽ നിന്ന് ലാസ്റ്റ് നോഡിലോട്ടും പോകാം, ലാസ്റ്റ് നോഡിൽ നിന്ന് തിരിച്ച് ഫസ്റ്റ് നോഡിലേക്കും വരാം. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ സെർച്ചിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇതിന്റെ മെമ്മറി റെപ്രസെന്റേഷൻ നമുക്ക് നോക്കിയാൽ, സോ ഇതാണ് അതിന്റെ മെമ്മറി സർക്കുലർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ മെമ്മറി റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുകയാണ്, ഇവിടെ നമുക്ക് ഹെഡ് പോയിന്റർ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത്, അവിടുത്തെ ഡേറ്റ എ ആണ്. പ്രീവിയസ് നോഡ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അതായത് അവിടുത്തെ പ്രീവിയസ് ഫസ്റ്റ് നോഡിൽ എന്ത് കാണുമെന്നാണ് പറഞ്ഞത്, ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് കാണും അല്ലെ. അപ്പൊ ഈ പ്രീവിയസ് എന്ന് പറഞ്ഞേക്കുന്ന ഇവിടെ എന്ത് വരും, ലാസ്റ്റ് നോഡിന്റെ അഡ്രസ്, അതായത് 8 എന്ന നോഡിന്റെ അഡ്രസ് ആണ് വരുന്നത്. ഓക്കെ, 8 ആണ് നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് നോഡ്. സോ അതിന്റെ അഡ്രസ് ഇവിടെ വന്നു. ദെൻ നെക്സ്റ്റ് ഫീൽഡിൽ നെക്സ്റ്റിന്റെ അഡ്രസ്, നെക്സ്റ്റിന്റെ അവിടെ 4 ആണ് അല്ലെ. അപ്പൊ 4ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ട ഡേറ്റ കിട്ടും. ഇനി അതിന്റെ പ്രീവിയസ് എന്തായിരിക്കും, ഈ 1 ആയിരിക്കും അല്ലെ. അതിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് പ്രീവിയസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോകുന്നത് എങ്ങോട്ടാണ്, 6ലേക്കാണ് പോകുന്നതാണ് ഇവിടെ പറയുന്നത്. സോ നമുക്ക് 6ലേക്ക് പോയി നോക്കാം. 6ലേക്ക് പോകുമ്പോൾ അവിടെ നമുക്കുള്ള നെക്സ്റ്റ് ഡേറ്റ കിട്ടും, സി എന്ന ഡേറ്റ കിട്ടും. ദെൻ അതിന്റെ പ്രീവിയസ് എന്തായാലും 4 ആയിരിക്കും, കാരണം 4 എന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് പോകുന്നത് 8ലേക്കാണ് പോകുന്നത്. സോ 8ലേക്ക് വന്നു. 8ലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, അവിടുത്തെ ഡേറ്റ കിട്ടും. ഡേറ്റ ക്യാപിറ്റൽ ഡി ആണ്. ദെൻ അതിന്റെ പ്രീവിയസ് എന്ന് പറഞ്ഞാൽ 6 തന്നെ വരും. സോ കാരണം നമ്മൾ 6 നിന്നാണ് ഇങ്ങോട്ട് വന്നത് അല്ലെ, അതുകൊണ്ട് 8ന്റെ പ്രീവിയസ് എന്ന് പറയുന്നത് 6 വരുള്ളൂ. ദെൻ അതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്, 1 ആണ്. ഓക്കെ, അതായത് ലാസ്റ്റ് നോഡില് ഫസ്റ്റ് നോഡിലേക്കുള്ള ലിങ്ക് ഉണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് നോഡ് നോക്കിയാൽ അതിന്റെ പ്രീവിയസ് എന്ന് പറയുന്നത് ലാസ്റ്റ് നോഡ് ആയിരിക്കും. അതായത് ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫീൽഡിൽ എന്ത് വരും, ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് വരും. ഫസ്റ്റ് നോഡിന്റെ പ്രീവിയസ് ഫീൽഡിൽ എന്ത് വരും, ലാസ്റ്റ് നോഡിന്റെ അഡ്രസ്സും വരും. ഓക്കെ, സോ ഇതാണ് സർക്കുലർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.